പരിശുദ്ധരൂഹായ ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം. ആദരണീയനായ ഹാമച്ചൻ കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് പരിപാവനമായ വലിയ വെള്ളിയാഴ്ച യേശുതമ്പുരാന്റെ സഹനാനുഭവങ്ങളെ മനനവിധേയമാക്കി ആത്മാനുഭവമാക്കുവാനായിട്ട് സഭ വേർതിരിച്ചിരിക്കുന്ന ദിവസം. ഏദനിൽ വെച്ച് ആദമേ നീ എവിടെയെന്ന് അന്വേഷിച്ച ആ ശബ്ദം കാലത്തികവിൽ ജഡം ധരിച്ച വചനമായി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ അന്ധന്റെ കണ്ണുകൾക്ക് പ്രകാശമായി, ബധിരന്റെ കാതുകൾക്ക് ശബ്ദമായി, മൂകന്റെ നാവിന്റെ കെട്ട് അഴിച്ചവനായി, ഉടന്തന്റെ കാലുകൾക്ക് ബലമേകുന്നവനായി, മരിച്ചവന് ജീവനായി, പാപിക്ക് മാനസാന്തരമായി, വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പമായി വ്യാപരിച്ച തമ്പുരാനെ തേടി വന്നവരാ തന്നെ തിരസ്കരിക്കപ്പെട്ട് നിജ ശിഷ്യനാൽ നിണവിലയായി 30 വെള്ളിക്കാശ് നിർണയിക്കപ്പെട്ട് വിൽക്കപ്പെട്ട് നിൽക്കുന്ന യേശു തമ്പുരാനെ പീലാത്തോസിന്റെ അരമനയിൽ ധൂമ്രവസ്ത്രധാരിയായി ചാട്ടവാറടികളേറ്റ പാടുകളോടുകൂടി പടയാളികളാൽ അനുഗതനായി ഒരു മുറിവായി നിൽക്കുന്ന, ശരീരം മുഴുവൻ ഒരു മുറിവായി നിൽക്കുന്ന യേശു തമ്പുരാനെയാണ് നാം ധ്യാനിക്കുന്നത്. ഇത് പ്രവചനങ്ങളുടെ പൂർണ്ണതയായി സംഭവിക്കുന്നതാണ്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, 53-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ശിക്ഷിച്ചിരിക്കുന്നു വിചാരിച്ചു. എന്നാൽ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ സഹിച്ചും നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ ദണ്ഡന അനുഭവിച്ചും ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വിഷയം എന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിലെ 1-ാം അധ്യായം 18-ാം വാക്യമാണ്. ഇന്ന് സ്ലീഹായിൽ വായിച്ച വാക്യമായിരുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാണ്. The message of the cross is foolishness for those who are perishing, but the power of the God for who are being saved. ആ ക്രൂശിന്റെ സന്ദേശത്തിൽ നിന്ന്, സമയപരിമിതിയിൽ നിന്നുകൊണ്ട് 2 ചിന്തകൾ മാത്രം ചിന്തിക്കുവാനായിട്ട് ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത്, കുരിശിൽ നാം കാണുന്നത് അത് സഫലതയുടെ അടയാളമാണ്. സ്നേഹം മൂലമുള്ള, സഹനത്താലുള്ള സഫലതയുടെ അടയാളമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ പറയുന്നു, തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും, മുള്ളും പരക്കാരെയും അതിൽ നിന്ന് മുളയ്ക്കും. എന്താ അവിടെ മനസ്സിലാക്കുന്നത്? പാപം സംഭവിക്കുന്നു. ആദ്യത്തെ പാപം ഏദനിൽ സംഭവിക്കുന്നു, അല്ലേ? അപ്പം ഏദനിൽ സംഭവിക്കുന്ന ആദ്യത്തെ പാപത്തിന്റെ പരിണിത ഫലം എന്തായിരുന്നു? What was the consequence of the first sin? എന്തൊക്കെയാ സംഭവിച്ചത്? What happened? Because Adam sinned, what happened? എന്തോ? ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അല്ലേ? ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം. അല്ലാതെ മനുഷ്യകുലത്തിന് സംഭവിച്ചത് എന്താണ്? പാപം കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിൽ നിന്ന് അകന്നു, അല്ലെ? കമ്മ്യൂണിയൻ. There is a break in the communion. ദൈവത്തോടു കൂടി ദൈവ സാന്നിധ്യത്തിലായിരുന്ന മനുഷ്യന് ദൈവ സാന്നിധ്യം പഴയതുപോലെ അനുഭവിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് വന്നു. അല്ലാതെ എന്താ സംഭവിച്ചത്? വൃക്ഷഫലം തിന്നുന്ന മാത്രമേ എന്ത് സംഭവിക്കുന്നാവുന്നത്? എന്തോ? നീ മരിക്കും, മരണം സംഭവിച്ചു, അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മരണം. Were we created mortal or immortal? Immortal, അല്ലെ? നമുക്ക് മരണം ഭൂമിയിലേക്ക് വന്നത് പാപം കൊണ്ടാണ്. പിന്നെ സംഭവിച്ചത് എന്താ? പാപം ചെയ്തപ്പോൾ ആദമും ഹവ്വായും തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. എന്തായിരുന്നു? നഗ്നരാണ്. അപ്പൊ അവർക്ക് എന്തോ നഷ്ടപ്പെട്ടു. അവിടെ എന്താ നഷ്ടപ്പെട്ടത്? പ്രകാശത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. We were clothed
വിത്ത് ദ റൈറ്റ്ഷ്യസ് ലൈറ്റ്, അല്ലെ? നമ്മൾ ആ ഒരു പ്രകാശത്തിന്റെ വസ്ത്രം അത് നഷ്ടപ്പെട്ടു, നഗ്നരായിട്ടുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? അങ്കിള് പറഞ്ഞതുപോലെ ഈ ദൈവവുമായുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു കാര്യമുണ്ട്, പാപത്തോടുള്ള ഒരു ദാസ്യഭാവം, അല്ലേ? We are more inclined to sin after the fall than before. That doesn't mean doesn't have the potential to be righteous. We still have the choice to be righteous, but we are more inclined to sin. ആ ഒരു inclination എന്ന് പറയുന്ന ആസ്പെക്ട് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത്, അല്ലേ? ഇനി ഇത് കുരിശ് എങ്ങനെ ഇതിനെ മാറ്റി, കുരിശിലെ സഹനം എങ്ങനെ ഇതിനെ പൂർത്തീകരിച്ചു എന്ന് വചനത്തിലൂടെ മാത്രം ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമത് നമ്മൾ കാണുന്നത് മരണമായിരുന്നു. എബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണവിധിയിലായിരുന്നവരെ വിടുവിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. അപ്പൊ മരണത്തിൽ നിന്നുള്ള സഹനം കൊണ്ടുള്ള ഒന്നാമത്തെ റീസ്റ്റോറേഷൻ സംഭവിക്കുന്ന എവിടെയാ? Are we mortal or immortal now? We are immortal, അല്ലേ? ജഡത്തിൽ മരണമുണ്ട്, ആത്മാവിൽ നിത്യജീവനുണ്ട്, അല്ലേ? ക്രിസ്തുവിനോ, അതാണ് പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുവാൻ ഞാൻ ഏറെ കാംക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ I have more proximity to Christ when I am in spirit. അതാ ഉദ്ദേശിക്കുന്നത്. നീ മരണത്തിലേക്ക് തിരിച്ചു. ഇന്ന് അവസാനം വായിച്ച കൗമ എന്താണ്? അവസാനത്തെ കൗമ നിതീഷ് പറഞ്ഞ പാടിയ കൗമ ഏതാണ്? ഉണ്ടോ? ഇതാണ് നമ്മുടെ ആരാധന. This is why we don't renew. This is why we don't, grow in spirit. നിങ്ങൾ മാത്രമല്ല, ഞാൻ കേട്ടോ, എന്നെയും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. എന്തായിരുന്നു കൗമ? അത് വായിച്ചിട്ട് ഞാൻ ഇനി മുന്നോട്ട് പോകുന്നു. പാടിക്കേ മൃതിയാൽ പാടിക്കേ മരണത്താൽ നമ്മുടെ മരണത്തെ മാറ്റി ജീവൻ, നമ്മുടെ മരിച്ചവർക്കും ജീവൻ നൽകുന്നു, അല്ലേ? അപ്പൊ ഒന്നാമത് നമ്മൾ കണ്ടെന്ന മരണത്തെ കുറിച്ചായിരുന്നു. ഇനി രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 22-24 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ പാപം ചെയ്തില്ല, അവന്റെ വായിൽ വഞ്ചനയുണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു കൊണ്ട് കുരിശിൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അല്ലേ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ചേർത്ത് കുരിശിൽ പോയി. എന്നിട്ടെന്താ? അവന്റെ അടിപ്പിണരുകളാൽ എന്ന് പറയുമ്പോൾ എന്താ? അവന്റെ മുറിവിൽ നിന്ന് അവന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം. അന്ന് പറഞ്ഞ ഒരു രണ്ടാമത് പാപത്തിൽ നിന്ന്, അല്ലെ? ദൈവവുമായുള്ള ബന്ധത്തിൽ വിള്ളല് വന്നത് ഈ പാപമാണ്, ഒരു ഇൻക്ലിനേഷൻ ടു സിൻ, അല്ലെ? അതിലുണ്ടായിരുന്ന ഒരു വിമോചനം. അത് എന്തുകൊണ്ട് കർത്താവ് വേണ്ടി വന്നു? കാരണം രക്തം ചൊരിയാതെ മോചനമില്ല എന്നൊരു പ്രമാണമുണ്ട്. ആ പ്രമാണമാണ് എന്തുകൊണ്ട് മൃഗത്തിന്റെ ബലി അല്ലെ ന്യായപ്രമാണം മതിയാകുന്നില്ല. ശരിക്കും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഏദനിൽ വെച്ച് നഗ്നരായപ്പോൾ ആദ്യം ദൈവം കൊടുത്ത വസ്ത്രം എന്തായിരുന്നു? എന്തോ ഏതായിരുന്നു? മൃഗത്തിന്റെ, അല്ലേ? ഏത് മൃഗത്തിന്റെയാ? കുഞ്ഞാടിന്റെയാ. മനസ്സിലായോ? ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നുണ്ട് വചനത്തിൽ, അല്ലേ? ആദ്യം യോഹന്നാൻ പറയുന്നത് എന്താ? ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടാ. ആ കുഞ്ഞാടിന്റെ തുകലായിരുന്നു, അല്ലേ? ഈ തുകലെന്ന് പറയുന്നത് എന്താണെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നതെന്ന് അറിയാം. ന്യായപ്രമാണമായി.
ആദ്യം റിഡംഷന് വേണ്ടിയുള്ള പഴയ നിയമം എന്ന് പറയുന്നത് നിഴലും പുതിയ നിയമം പൊരുളും അല്ലേ? അപ്പൊ ന്യായപ്രമാണത്തിന്റെ വസ്ത്രമാണ് കൊടുക്കുന്നത്. ഞാൻ അതിന് ഒരു വചനം പറയാം നിങ്ങളോട്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ജഡത്തിലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തത് സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന് സാദൃശ്യത്തിൽ പാപനിമിത്തവും അയച്ചു. വചനം പറയുന്നത് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടായിരുന്നു ഈ പാപത്തിൽ നിന്നുള്ളത്? മൃഗബലി കൊണ്ട് പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ബി ബൈ ക്രൈസ്റ്റ് ഇല്ലേ? അത് ദൈവത്തിന്റെ വചനത്തിന്റെ പൂർണ്ണതയാണ്. ശരിക്കും ജഡത്തിലുള്ള ബലഹീനത നിമിത്തം, ഒന്നുകൂടി വായിക്കാൻ ഞാൻ വേദഭാഗം. ജഡത്തിലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിൽ സാദൃശ്യത്തിൽ പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ ശിക്ഷ വിധിച്ചതുകൊണ്ടാണ് നമുക്കിനിയും ശിക്ഷയുണ്ടോ? ഇല്ല, അല്ലേ? നമുക്ക് വേണ്ടി കർത്താവ് ശിക്ഷ. അപ്പൊ പാപത്താൽ നമ്മുടെ പാപത്തെ നീക്കി തന്റെ നീതിയാൽ നമ്മെ നീതീകരിച്ചു. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ഇതിനെ കുറിച്ചാണ്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുത്തും അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് താൻ ദരിദ്രനായി തീർന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? എന്തായിരുന്നു ക്രിസ്തുവിന്റെ സമ്പന്നത? എന്തായിരുന്നു ക്രിസ്തുവിന്റെ സമ്പന്നത? ഡിവിനിറ്റി അല്ലേ? ക്രിസ്തുവിന്റെ സമ്പന്നത എന്തായിരുന്നു? ഡിവിനിറ്റി. നമുക്കില്ലാത്ത ക്രിസ്തുവിലുള്ള സമ്പന്നത ഡിവിനിറ്റി ആയിരുന്നു അല്ലേ? അപ്പം ആ സമ്പന്നതായ നമ്മളെ സമ്പന്നരാക്കുവാനായി താൻ ദരിദ്രനായി തീർന്നത് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വചനം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഈ വചനങ്ങളിൽ എല്ലാത്തിന്റെയും പൊരുളുണ്ട്. വേദപുസ്തകം വായിക്കുകയും അത് ഹൃദയത്തിൽ മനനം ചെയ്യുകയും അത് ജീവിതത്തിന്റെ ഭാഗവുമാക്കി തീർത്താൽ മാത്രമേ വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനിയും ഒരു കാര്യം അതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്. ശരിക്കും തന്റെ നഗ്നതയാൽ നമ്മുടെ നഗ്നതയെ നീക്കുകയും ചെയ്തു ഇല്ലേ? പിന്നെ നമുക്ക് ധരിച്ച വസ്ത്രത്തെ കുറിച്ച് ഇന്ന് 6-ാം മണി നമസ്കാരത്തിന്റെ സമയത്ത് ഉള്ള പ്രമേയസദറായി പറഞ്ഞു, ഒരു വസ്ത്രം നമുക്ക് തന്നു. എന്ത് വസ്ത്രമാണെന്നറിയാമോ? ആര് ശ്രദ്ധിക്കാനല്ലേ? ആര് ശ്രദ്ധിക്കാൻ? പരിശുദ്ധാത്മാവാകുന്ന മേലങ്കി. നമുക്ക് പരിശുദ്ധാത്മാവ്. ഇപ്പൊ നമുക്ക് പ്രകാശത്തിന്റെ വസ്ത്രം വീണ്ടും തിരിച്ച് തരികയാണ്. ഞങ്ങളെ ഇത് കുപ്പായ ഇടുമ്പോൾ പറയുന്ന എല്ലാ അച്ഛന്മാരും എല്ലാവരും പറയുന്ന അവരാദ്യം ഇടുന്ന കുപ്പായ ഇതാണ്. ഇപ്പൊ പരിശുദ്ധ റുഹായുടെ ശക്തിയാൽ നാശമില്ലാത്ത അങ്കി എന്നെ ധരിപ്പിക്കണമേ എന്നാ പറയുന്നത്. നാശമില്ലാത്ത അങ്കി. ഈ അങ്കിയാണ് നാശമില്ലാത്ത. നിങ്ങളെല്ലാവരും ധരിച്ചിട്ടുണ്ട് ഈ അങ്കി. ഈ കുപ്പായമില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അങ്കി നമ്മൾ ഓരോരുത്തരും ധരിച്ചിട്ടുണ്ടെന്ന് നാം ഓർക്കേണ്ടതാണ് പ്രിയപ്പെട്ടവര്. ഈ സഹനത്തെ ചേർത്ത് വെക്കുമ്പോൾ അങ്ങള് പറഞ്ഞ ഒരു കാര്യം കൂടി പറയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹെബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് താൻ മുഖാന്തരം ക്രിസ്തുവിനോട് അടുത്തവരെ പൂർണ്ണമായി രക്ഷിക്കുവാനോ പര്യാപ്തനാകയാൽ നമുക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് സംവാദം ചെയ്യുന്നു എന്നാ പറയുന്നത്. ഇന്റർസീഡ് ചെയ്യുന്നു എനിക്ക് വേണ്ടി. അതുകൊണ്ടാണ് പാപം ചെയ്തിട്ടും ഇന്ന് നമുക്ക് ഈ ആലയത്തിൽ ഇരുന്ന് ആരാധിക്കാനും നിങ്ങളുടെ മുമ്പാകെ പാപിയായി എനിക്ക് സംസാരിക്കാനും സാധിക്കുന്നത്. എന്റെ കൃപയോ എന്റെ ശക്തിയോ എന്റെ മേന്മയോ അല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്, ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ആരാധിക്കുവാനായിട്ട് സാധിക്കുന്ന പ്രിയപ്പെട്ടവരെ. നാം ഓർക്കേണ്ടുന്ന ഒരു സത്യമാണത്. അത് ഈ കുരിശിനുണ്ടാക്കിയ സമാധാനമാണ്. അപ്പൊ മനുഷ്യനെയും ദൈവത്തെയും ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഗ്രെഗറി ഓഫ് നാസിയാൻസിസ് പറയുന്നത് that which is not assumed is not healed എന്ന്. പൂർണ്ണമായ മനുഷ്യന്റെ വേദനകൾ താൻ സഹിച്ചപ്പോൾ ആ സഹനം പൂർണ്ണമായി സഹിച്ചിരുന്നു. എന്തിനാ? നമ്മുടെ സഹനങ്ങളെ വിശുദ്ധീകരിക്കുവാനാ. ഇന്ന് ഞാൻ സഹിക്കുമ്പോൾ നമ്മൾ ഓർക്കണം അല്ലേ, നമ്മൾ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടോ? ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടോ? ഉണ്ട് അല്ലേ? ചിലർക്ക് ചില സമയങ്ങളിൽ നമുക്കുണ്ടാകും. Was Christ lonely? He was lonely in the garden of Gethsemane, in the cross. അല്ലേ? നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ തള്ളി പറയുന്നുണ്ടോ? ഉണ്ടോ? ചിലപ്പോഴേലും ക്രിസ്തുവിനെ തള്ളി പറഞ്ഞില്ലേ?
നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളിലൂടെയും ക്രിസ്തു കടന്നു പോയി എന്നത് നമ്മുടെ വേദനകളെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. എന്റെ സഹനങ്ങളെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ സഹനത്തെ വിശുദ്ധീകരിക്കുക. ശരിക്കും മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ സഹനം ഉണ്ടായിരുന്നു, സഫറിംഗ് ഉണ്ടായിരുന്നു, രോഗം ഉണ്ടായിരുന്നു, ഉറക്കമുണ്ടായിരുന്നു. ഇതൊന്നുമില്ലായിരുന്നു. നമ്മൾ ഈറന്മാരെ പോലെയായിരുന്നു, അല്ലേ? നമ്മൾ ഉറക്കമില്ലാത്ത മനുഷ്യരാ. നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. ഇതെല്ലാം വന്നത് പാപത്തിലൂടെ വന്ന് ഇതിനെല്ലാം റിവ്യൂ ചെയ്യുകയാണ് കർത്താവ് കുരിശിൽ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തന്ന സമയം ഏകദേശം തീരാറായി. എങ്കിൽ ഒരാശയം കൂടി പങ്കെടുക്കുവാൻ വളരെ പെട്ടെന്ന് ഞാൻ ശ്രമിക്കുകയാണ്. ഉപാധികളില്ലാത്ത ക്ഷമയാണ് കുരിശിൽ നൽകുന്ന പാഠം എന്ന് പറയുന്നത്. കുരിശിൽ കർത്താവ് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? കർത്താവ് എന്താ കുരിശിൽ പ്രാർത്ഥിച്ചത്? പിതാവേ, എന്നറിയുക, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നല്ലേ? ശരിക്കും സഹദേവന്മാരിൽ മുമ്പനായ സ്തേഫാനോസ്, ഇവിടെ നമ്മുടെ ഐക്കൺ വെച്ചിട്ടുണ്ട് സ്തേഫാനോസ് പ്രാർത്ഥിച്ച എന്തായിരുന്നു? ക്ലോക്കിനോട് ചേർന്ന് വെച്ചിട്ടുള്ള ഐക്കൺ സ്തേഫാനോസ് പറഞ്ഞ എന്തായിരുന്നു? കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ നിലത്ത് മുട്ടുകുത്തിയിരുന്നോണ്ട് സ്തേഫാനോസ് പറഞ്ഞ എന്താ? അതാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഐക്കണിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. എന്താണ് സ്തേഫാനോസ് പറഞ്ഞത്? കർത്താവെ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്നാ പ്രവർത്തിച്ചത്, അല്ലെ? കർത്താവെ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രവർത്തിച്ചു. റെനി പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ഗെത്സമനയിൽ വെച്ച് കർത്താവിനെ പിടിക്കുവാൻ വന്നപ്പോൾ പത്രോസ് എന്താ ചെയ്തത്? വാളെടുത്ത് വെട്ടി. ഈ പത്രോസ് പിന്നീട് ആദ്യം പ്രസംഗിച്ചപ്പോ പറഞ്ഞത് എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നുണ്ട്, 7-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ഈ പത്രോസ് പിന്നെ വാളെടുത്ത് മുറിച്ചവനാ പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ കുരിശിച്ചതിനെ കുറിച്ച് പറയുന്നത്, ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അറിവില്ലായ്മ കൊണ്ട്, അല്ലെ? They doesn't know what it feels like. പലപ്പോഴും അവർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട്, അല്ലെ? അപ്പോൾ നമ്മൾ ഉപവാസത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, എല്ലാ മുഖങ്ങളെയും, യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഉപവാസത്തിൽ എല്ലാ മുഖങ്ങളെയും തകർക്കുക, അല്ലെ? ഞാൻ ക്ഷമിക്കുമ്പോൾ എന്റെ ഉറ്റവരുടെ മേലുള്ള നുഖത്തെയാണ് ഞാൻ മാറ്റിവെക്കുന്നത്, അവരുടെ മേലുള്ള ഭാരത്തെയാണ് ഞാൻ മാറ്റിവെക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഞാൻ പറയാം. വളരെ ശ്രേഷ്ഠമായിട്ട് 2 സഹോദരന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, യാക്കോബും ഏശാവും, അല്ലേ? യാക്കോബ് എന്താ ഏശാവിനോട് ചെയ്തത്? പായസം കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. രണ്ടാമത് ചെയ്തത് എന്താ? അമ്മ കൂട്ടു നിന്ന് ഈ പരിപാടിക്ക്. രണ്ടാമത്തേത് എന്തായിരുന്നു? അപ്പന്റെ അനുഗ്രഹവും തട്ടിയെടുത്തു. ഇത് രണ്ടും ചെയ്ത ആളാ, അല്ലെ? ഇത് രണ്ടും ചെയ്തിട്ട് കുറെ കാലം ലാബാന്റെ അടിമത്തത്തിൽ നിന്ന് അവസാനം തിരിച്ച് അപ്പന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ പേടിയാ, അല്ലേ? ചേട്ടനെ കാണാൻ. അപ്പൊ ചേട്ടനെ കാണുമ്പോ പറയുന്ന ഒരു വാക്യമുണ്ട്, ഈ സഹോദരനെ കാണുമ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 33-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ നിന്നെ ഞാൻ കാണുന്നു, നിന്റെ മുഖം ഞാൻ കാണുന്നു, നിനക്ക് എന്നോട് ദയ തോന്നിയല്ലോ. ദൈവത്തിന്റെ മുഖം കാണും. ക്ഷമിക്കുന്നവന്റെ മുഖം ആരുടെ മുഖമാ? നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ ആരുടെ മുഖമുള്ളവരാ? ദൈവത്തിന്റെ മുഖമുള്ളവരാ. പ്രിയപ്പെട്ടവരെ, ഓർക്കേണ്ടതുണ്ട് ഈ ഒരു വലിയ കാര്യം. റെനി പറഞ്ഞു, കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ച് ചേർത്ത് അതിനെക്കുറിച്ച് ഒരു വാക്യം കൊണ്ട് ഒന്ന് വിശദീകരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 50-ാം അധ്യായം 20-21 വാക്യങ്ങളുണ്ട്. ശരിക്കും വേറൊരു സഹോദരനെ കാണാം. യാക്കോബിന്റെ ഒരു മകൻ സഹോദരന്മാരാൽ എന്ത് പറ്റിയിരുന്നു? വിൽക്കപ്പെട്ടു, അടിമയായിട്ട് വിറ്റു, അല്ലെ? ഈ അടിമയായിട്ട് വിറ്റ ഈ മകന്റെ പേരെന്താ? യൗസേപ്പ്. യൗസേപ്പ് അവസാനം ഫറവോന്റെ മിസ്രൈമിൽ എന്തായി തീരുന്നു? ഫറവോന് രണ്ടാമനായി തീരുന്നു, അല്ലെ? രണ്ടാമനായി തീർന്നു കഴിഞ്ഞ് അവസാനം ക്ഷാമം വരുമ്പോൾ ഇസ്രായേലിന്റെ മക്കൾക്ക് അഭയം കൊടുക്കുന്നു. അഭയം കൊടുത്തു. അവസാനം ഇസ്രായേൽ മരിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ, യാക്കോബ് മരിച്ചു കഴിയുമ്പോൾ സഹോദരന്മാർക്കൊരു പേടി, ഇനി എനിക്ക് എന്തെങ്കിലും പണി വരുമോ, അല്ലെ? ഒരു ചെറിയ ഭയം വരുന്നുണ്ട്. അപ്പം ഈ ഭയം വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അന്നേരം ഇവര് തിരിച്ചു ചെന്ന സഹോദരനോട് ചോദിക്കും. അന്നേരം അവർ സഹോദരനോട്, നീ ഞങ്ങളെ ഇനി ഉപദ്രവിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്.
അന്നേരം യൗസേപ്പിന്റെ വാക്കുകൾ എന്നെ ഏറെ സ്പർശിച്ച ഒരു വചനമാണിത്. ശരിക്കും ഡിവൈൻ പ്രൊവിഡൻസിനെ കുറിച്ച് ക്ഷമയുടെ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വചനമാണിത്. ജെനസിസ് 50 വേഴ്സസ് 20 and 21. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്ന് ഉള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഇല്ലേ? ചില സാഹചര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഈ ക്ഷമിക്കുന്നവനാണോ ക്ഷമ സ്വീകരിക്കുന്നവനാണോ ശ്രേഷ്ഠൻ? അല്ലെ? എപ്പോഴും ശുശ്രൂഷിക്കുന്നവനാണോ ശുശ്രൂഷ സ്വീകരിക്കുന്നവനാണോ? ശുശ്രൂഷിക്കുന്നവനാണ് അല്ലെ, ശുശ്രൂഷിക്കുന്നു. പക്ഷെ നമ്മളെ പലപ്പോഴും മിനിസ്ട്രിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വാക്കാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്ഷമയുടെ അനുഭവത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് സാരാംശിക്കുവാനായിട്ട് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായും എന്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 2 ചിന്തകൾ മാത്രം സമയബന്ധിതമായി നിന്നുകൊണ്ട് ചിന്തിക്കുവാനാണ് ഞാൻ ദൈവാശ്രയത്തോടുകൂടി ശ്രമിച്ചത്. സഫലതയുടെ അടയാളമാണ് കുരിശ്. സഹനത്ത, സ്നേഹപ്രേരിതമായ സഫലതയുടെ അടയാളം. ഈ സഹനം എന്ന് പറയുന്നത് എന്റെ സഹനത്തെയും വിശുദ്ധീകരിക്കുന്നതാണ്. കുരിശിലൂടെ നമ്മളുടെ ക്ഷമയുടെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൽ ക്ഷമയുടെ ദൈവത്തിന്റെ മുഖമുള്ളവരായി തീരേണ്ടതിന്, എന്നെ കാണുന്നവർ ദൈവത്തെ കാണുന്നുവെന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലേക്ക് വളരേണ്ടതിന് ദൈവാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ ബലഹീനമായ വാക്കുകൾ നിന്ന് ഉപസംഹരിക്കുന്നു. മാനവും മഹത്വവും ദൈവത്തിന് ഏവരുടെയും ശ്രദ്ധയ്ക്ക് നന്ദി.